വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചാരുമൂട്ടിൽ വനിതാ പാർലമെന്റ് നടത്തിയത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര അസംബ്ലി നിയോജക മണ്ഡലം വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് വനിതാ പാർലമെന്റ് നടത്തിയത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനും പ്രചരണം നടത്തുന്നതിനും വോട്ട് ചെയ്യുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുപോലും നമ്മൾ ഭയപ്പെടുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒരു അംഗം രാജിവെച്ചു. അതായത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ റഫറി പറയുകയാണ്, ഞാനിനി ഇതിലില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഒരിക്കലും ഉണ്ടാകാറില്ല. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജമ്മു കാശ്മീരിൽ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ പോയി സന്ദർശനം നടത്തി തിരിച്ച് ഡൽഹിയിൽ വന്ന് ഇതാ ഏതാനും മണിക്കൂറുകൾക്കകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നു എന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒരു അംഗം അരുൺ ഗോയൽ രാജിവെക്കുന്നു. AIDWA സംസ്ഥാന സെക്രട്ടറി CS സുജാത മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറിക്കൊണ്ടിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഭരിച്ച കാലത്ത് അവർ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങളുടെ ഫലമായി തന്നെയാണ് BJP അധികാരത്തിൽ വന്നത്. ആ BJP-യിലേക്ക് തന്നെയാണ് പല മുഖ്യമന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ ചേർക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോയ പാർലമെന്റ് അംഗം, ആ പാർലമെന്റ് അംഗം ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. D രോഹിണി സ്വാഗതം പറഞ്ഞു. G രാജമ്മ, ലീലാഭിലാഷ്, രാഗി സുരേഷ്, സഫിയ സുധീർ, S പ്രിൻസി, V ഗീത, സുലേഖ, എൽമിനി, സാവത്രി മധുകുമാർ, ഗീത രവീന്ദ്രൻ, S രജനി, സ്വപ്ന സുരേഷ്, ബിജി പ്രസാദ്, ഷീബ സതീഷ്, അഡ്വക്കേറ്റ് തുഷാര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.